ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വിന്റർ ഹെയർ കെയർ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ തണുപ്പായി, കാലാവസ്ഥയൊക്കെ മാറിയതിൻ്റെ മുടി കൊഴിച്ചിലും മുടി പൊട്ടിപ്പോകുന്നതും സ്പ്ലിറ്റൻസ് ഒക്കെ ഉണ്ടെന്ന് കുറച്ച് പേരൊക്കെ കമന്റിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കുറേ ദിവസമായി വീഡിയോ ചെയ്തിട്ട് കുറച്ച് തിരക്കായതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കറക്റ്റായിട്ട് വിന്റർ ഹെയർ കെയറും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്തായാലും തണുപ്പാണ്, തണുത്ത കാറ്റ് അങ്ങനെ ഇതൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മുടി കൊഴിച്ചിൽ വരാനും പിന്നെ മുടി പൊട്ടിപ്പോകാനും സ്പ്ലിറ്റൻസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ഓർത്തിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു കെയർ കൊടുത്താൽ തന്നെ നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വിന്റർ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള നമ്മുടെ മുടി എപ്പോഴും ഡ്രൈ ആയിട്ടിരിക്കുന്ന പാക്കുകൾ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എപ്പോഴും മോയ്സ്ചർ തരുന്ന രീതിയിലുള്ള സിമ്പിൾ ആയിട്ടുള്ള പാക്കുകൾ സെലക്ട് ചെയ്ത് നിങ്ങൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തയ്യാറാക്കി എടുത്തു വെച്ച് ഉപയോഗിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെയാണ് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തയ്യാറാക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഒരുപാട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയിലേക്ക് കുറച്ച് ഓയിൽ തേക്കണം. ഈ ഒരു വിന്റർ സീസണിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് തന്നെയാണ്. നമ്മൾ ഏത് പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പ് കുറച്ച് ഓയിൽ തേക്കട്ടെ. നമ്മുടെ മുടി ഒരിക്കലും ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും മോയ്സ്ചർ അങ്ങനെയല്ല, ഒരു പരിധി കൂടുതൽ ഡ്രൈ ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് കുറഞ്ഞ അളവിൽ എടുക്കുക. ഒരുപാട് കൂടിയ അളവിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഡീപ്പ് ഹെയർ ഓയിലിംഗ് അല്ല നമ്മൾ ചെയ്യുന്നത്, ചെറിയ രീതിയിലാണ് ഓയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ കുറഞ്ഞ അളവിൽ നിങ്ങൾ എടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ഒക്കെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാനിന്ന് മുടിയല്ല ഞാനിന്ന് എണ്ണ ചൂടാക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. തണുപ്പായതുകൊണ്ടാണ് കേട്ടോ ഞാൻ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഓയിൽ എടുത്തിട്ട് നമുക്ക് മുടിയിലും സ്കാൽപ്പിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഡീപ്പ് ഹെയർ ഓയിലിംഗ് അല്ല, എങ്കിലും മുടിയിലും സ്കാൽപ്പിലൊക്കെ കുറച്ച് ഓയിൽ നമുക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കാം. എന്നിട്ട് ചെറിയ രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു തണുത്ത സമയമാകുമ്പോൾ എല്ലാവർക്കും അറിയില്ല, നമ്മുടെ സ്കിന്നൊക്കെ വരൾച്ച ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ഹെയറിനും സ്കാൽപ്പിനും നല്ല രീതിയിൽ വരൾച്ച വരാനും മുടി ഒരുപാട് ഡ്രൈ ആയിട്ട് മുടി പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കണം, നമ്മുടെ മുടി കെട്ടി വെക്കുന്നത് തന്നെയാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോകുമ്പോൾ ആയിക്കോട്ടെ, നമ്മൾ വീട്ടിലിരിക്കുന്ന സമയത്തായിക്കോട്ടെ, മുടി സ്റ്റേബിൾ ആയിട്ട് കെട്ടി വെക്കാൻ ശ്രദ്ധിക്കുക. മുടി എപ്പോഴും ഇങ്ങനെ അഴിച്ചിട്ടിട്ട് പോവാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓയിലൊക്കെ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ടിപ്പ് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഉലുവയാണ് കേട്ടോ. ഉലുവ ഏറ്റവും നല്ലതാണ്, എല്ലാവർക്കും ഒരു ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. അത് മാത്രമല്ല താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കാൻ ഉലുവ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഉലുവ നമുക്കൊന്ന് കുതിർക്കാൻ ഇടണം. അപ്പോൾ 2 സ്പൂൺ അളവിൽ എടുത്തിട്ട് ഞാനിവിടെ തലേ ദിവസം കഴുകിയിട്ട് കുതിർക്കാൻ ഇട്ടതാണ്. കുതിർക്കാൻ ഇടുന്ന സമയത്ത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ. വലിയ സ്പൂൺ ആണെങ്കിൽ 1 സ്പൂൺ അളവിൽ എടുത്താൽ മതി. ചെറിയ സ്പൂൺ ആണെങ്കിൽ ഒരു 2 സ്പൂൺ അളവിൽ എടുത്തിട്ട് കഴുകിയിട്ട് നിങ്ങൾ കുതിർക്കാൻ ഇടുക. അപ്പോൾ ഇതുകൊണ്ട് ഉലുവയൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒഴിച്ചു വെച്ചുള്ള വെള്ളമൊക്കെ അത്യാവശ്യം ഒരു കുഴമ്പൽ പരുവത്തിലായിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് തന്നെ കളറൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് വേറെ എന്താ പറയുക, തിളപ്പിക്കുക, അരച്ചെടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഉലുവ അങ്ങനെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടി നല്ലത്. അരച്ചെടുക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി എന്താ പറയുക ഹെവി ആയിട്ടുള്ള പാക്കാവും. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഞെക്കി പിഴിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാക്ക് തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഉലുവ നന്നായിട്ട് കുതിർന്ന് കിട്ടണം. അപ്പോൾ കുറച്ച് നേരത്തെ നിങ്ങൾ കുതിർക്കാനിടുക. നമ്മൾ എപ്പോഴും കുതിർക്കാനിടുക എന്ന് വെച്ചാൽ തലേദിവസം രാത്രി കുതിർക്കാനിട്ടിട്ട് പിറ്റേ ദിവസം രാവിലെയല്ലേ നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ കുതിർക്കാനിടേണ്ട കുറച്ച് നേരത്തെ കുതിർക്കാനിടുക കേട്ടോ. ഒരു രാവിലെ ഉച്ചയ്ക്കൊക്കെ കുതിർക്കാനിട്ട് കഴിഞ്ഞാൽ ഒരു ഡേയും ഒരു നൈറ്റും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉലുവ നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ഉലുവ നിങ്ങൾക്ക് കുതിർന്ന് കിട്ടണം. അപ്പോൾ ഇതുണ്ട്, ഞാനിങ്ങനെ ഞെക്കി പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് തന്നെ ഉലുവയൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങനെ പൊട്ടി വരുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ കൈ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇത് ഞെക്കി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഉലുവയൊക്കെ ഞാൻ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഉലുവയുടെ തോലൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ കുഴച്ചെടുക്കുന്ന സമയത്ത് ഉലുവയുടെ വെള്ളം ചിലപ്പോൾ ഒരു കുഴമ്പൽ പരുവത്തിൽ കിട്ടും കേട്ടോ. അങ്ങനെ കുഴമ്പൽ നല്ല രീതിയിൽ കുഴമ്പൽ പരുവത്തിലൊന്നും കിട്ടില്ല. അങ്ങനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഉലുവയുടെ ആ തോലൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ വെള്ളത്തിൻ്റെ കളർ നല്ല യെല്ലോ കളറിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പാക്ക്. പക്ഷെ നല്ല ഗുണമാണ്. അപ്പോൾ നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ അരിച്ചെടുക്കാം. നമ്മൾ അരിപ്പയിലൊക്കെ അരിച്ചെടുക്കുമ്പോൾ നമുക്കത് ഞെക്കി പിഴിഞ്ഞെടുക്കാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ ഒരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ ആ ഉലുവ ഒന്നും കൂടി ഞെക്കി പിഴിഞ്ഞ് അതിൻ്റെ സത്തൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ഒരു തുള്ളി പോലും നമ്മൾ കളയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഞെക്കി പിഴിഞ്ഞെടുക്കുക. അപ്പോൾ ഞാനിതത് നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്തപ്പോൾ അത്യാവശ്യം ഒരു കുഴമ്പൽ പരുവത്തിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അരിച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കുഴമ്പൽ പരുവത്തിൽ കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഉലുവയുടെ വെള്ളം നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ. അപ്പോൾ ഞാനിതവിടെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് തണുപ്പ് സമയത്ത് നമ്മൾ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ മുടിയിൽ ആഴ്ചയിൽ 1 or 2 തവണയൊക്കെ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ലതാണ് കേട്ടോ. നമുക്ക് മുടി സ്പ്ലിറ്റ് ആവാതിരിക്കാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ ഇ
ക്യാപ്സ്യൂൾ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വൈറ്റമിനും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കി ഫ്രിഡ്ജിലൊക്കെ സ്റ്റോർ ചെയ്യണേ അങ്ങനെ സ്റ്റോർ ചെയ്യാം. ഒരുപാട് നാളത്തേക്കല്ല കേട്ടോ, ഒരാഴ്ചയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ മുടിയിൽ ഓൾറെഡി എണ്ണയൊക്കെ തേച്ചിട്ട് ഇരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ഈ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കിയിട്ട് തേക്കണേ അങ്ങനെ തേക്കാം, അല്ലെങ്കിൽ ഇത് കുഴമ്പൽ പരുവത്തിലായതുകൊണ്ട് സ്പ്രേ ബോട്ടിൽ ആക്കാതിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ സ്കാൽപ്പിൽ നന്നായിട്ട് തേക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. മുടിയിൽ തേക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ സ്പ്ലിറ്റൻസിൻ്റെ പ്രശ്നമുണ്ട്, അങ്ങനെ മുടി പൊട്ടി പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുടിയിലേക്ക് തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. സ്കാൽപ്പിൽ എന്തായാലും നന്നായിട്ട് തേക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ മുടിയിലേക്ക് തേച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ഉലുവയുടെ പാക്ക് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത്, ഈ ഒരു തണുപ്പ് സമയത്ത് ആഴ്ചയിൽ 2 തവണയൊക്കെ ചെയ്ത് കൊടുക്കുക നല്ലതാണ് കേട്ടോ. നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും മുടി ഉള്ളോട് കൂടി വളരാനൊക്കെ ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തന്നെ സ്കാൽപ്പിൽ തേച്ച് കൊടുക്കുക, ബാക്കിയുള്ളത് നിങ്ങൾ മുടിയിൽ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 15 മിനിറ്റ് നേരം അതുപോലെ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് കഴുകുക കേട്ടോ. അപ്പോൾ കഴുകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഓയിലൊക്കെ തേച്ചിട്ടാണ് തേച്ചുള്ളത്, അപ്പോൾ ചെറിയൊരു ഓയിലി ഫീൽ ഉണ്ടാവും. അപ്പോൾ താളി എന്തെങ്കിലും ഉപയോഗിച്ച് കഴുകുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലത്. നിങ്ങൾ ഒട്ടും ഓയിലൊക്കെ തേക്കാതെയാണ് പാക്ക് തേക്കുന്നതെങ്കിൽ വെറുതെ വെള്ളത്തിൽ കഴുകിയാൽ മതി. വേറെ താളിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി ഒന്നും കൂടി ഡ്രൈ ആയിപ്പോൾ. പക്ഷേ ഓയിൽ തേച്ചിട്ട് തേക്കുന്നതാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെമ്പരത്തി താളിയോ വേറെ ഏതെങ്കിലും താളി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കഴുകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആഴ്ചയിൽ 2 തവണ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നമുള്ളവർക്ക്, താരൻ്റെ പ്രശ്നമുള്ളവർക്ക് അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലാവാത്ത കാര്യമുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.